കളത്തൂർ മുക്കൽ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഗുണഭോക്തൃ സമിതി രംഗത്ത്. കുറവിലങ്ങാട് പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ജലവിതരണം നടത്തുന്ന മുക്കേൽ ജലവിതരണ പദ്ധതിയുടെ ടാങ്കിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്ന് സൊസൈറ്റി വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. 137 കുടുംബങ്ങൾക്ക് കുടിവെള്ളമെത്തിക്കുന്ന പദ്ധതിക്ക് 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു ടാങ്ക് മാത്രമാണുള്ളത്. വേനൽക്കാലത്ത് കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് 40ഓളം കുടുംബങ്ങൾക്ക് കൂടി പദ്ധതിയിൽ നിന്ന് കണക്ഷൻ നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പൊതുയോഗ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി ഉദ്ഘാടനം നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് CV മാത്യു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PN മോഹനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻസി ജോയി, എമ്മാനുവൽ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി സായി മോഹനൻ റിപ്പോർട്ടും ട്രഷറർ KK രാജൻ വരവുചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജോസഫ് ജോർജ് സ്വാഗതം പറഞ്ഞു. കോഴായിൽ വെള്ളിയാഴ്ച രാത്രിയിൽ വ്യാപക മോഷണവും മോഷണ ശ്രമവും. മുൻ പഞ്ചായത്ത് അംഗം ജോർജ് ജി ചെന്നേരിയുടെ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചു. 2 ഇടങ്ങളിൽ മോഷണ ശ്രമവും നടന്നു. കോഴ സെന്റ് ജോസഫ് കപ്പേള ജംഗ്ഷനിലുള്ള 3 വീടുകളിലാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നത്. കോഴ ചെന്നേലിൽ ജോസ്, കേരള കോൺഗ്രസ് എം സംസ്ഥാന സമിതി അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജോർജ് ജി ചെന്നേലിൽ, കോഴ ചെന്നേലിൽ CD ജോസഫ് എന്നിവരുടെ വീടുകളിൽ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നത്. ഒരാഴ്ച മുമ്പ് ജോർജ് ചെന്നേലിയുടെ വീട്ടിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച സംഭവമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ രാത്രിയിൽ വ്യാപകമായ മോഷണം നടന്നിട്ടുള്ളത്. ജോസ് ചെന്നേലിയുടെ വീടിനോട് ചേർന്നുള്ള കീടനാശിനി സംഭരണശാലയുടെ പൂട്ട് തകർത്ത് കീടനാശിനികൾ വലിച്ചു വാരിയിട്ട നിലയിലാണ്. CD ജോസഫിന്റെ വിറക് പുരയിൽ കയറി വിറക് കെട്ടുകളടക്കം അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. ജോർജ് ചെന്നേലിയുടെ വീട്ടിൽ നിന്നും 10 റബ്ബർ ഷീറ്റുകൾ മോഷ്ടിക്കപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. കുറവലങ്ങാട് പോലീസിൽ പരാതി നൽകുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ജോർജ് ചെന്നേലി പറഞ്ഞു. കടപ്പാവട്ടത്തെ കരിങ്കൽ ക്വാറി ദുരന്തത്തിൽ മരിച്ച 3 തൊഴിലാളികളുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് സമാഹരിച്ച കുടുംബസഹായ നിധി ഞായറാഴ്ച വിതരണം ചെയ്യും. വൈകുന്നേരം 5-ന് കടപ്പാവട്ടത്ത് നടക്കുന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി KJ തോമസ് കുടുംബാംഗങ്ങൾക്ക് സഹായനിധി കൈമാറും. കേരള വിശ്വകർമ്മ സഭ കളത്തൂർ വടക്കുംഭാഗം ശാഖ വാർഷിക പൊതുയോഗവും കുടുംബസംഘവും ഞായറാഴ്ച രാവിലെ 9-ന് നസറത്തിൽ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2740 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. കാലാവസ്ഥ. മീനച്ചിൽ വൈക്കം താലൂക്കിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. നാളെ മഴയ്ക്ക് സാധ്യത. താപനില: കോട്ടയം കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞത് 28. കൊച്ചി 32, 29. ആലപ്പുഴ 30, 27. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറവലങ്ങാട് വലിയ തോട് മാലിന്യങ്ങളുടെ കൂമ്പാരം. തോട്ടിൽ ബാർബർ ഷോപ്പ് മാലിന്യങ്ങളും. കാർഷിക മേഖലയ്ക്ക് കരുത്തേകാൻ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ വയൽ വിദ്യാലയം. ഹോട്ടലുകൾ പണിമുടക്കി ജനം വിശപ്പിന്റെ വിലയറിഞ്ഞു. കുറവലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് സ്കൂൾ ബസ് വാങ്ങാൻ മോൻസ് ജോസഫ് MLAയുടെ സഹായം. കുറവലങ്ങാട് പഞ്ചായത്ത് ADS അംഗങ്ങൾക്ക് ദ്വിദിന പരിശീലനം ആരംഭിച്ചു. സഹനമില്ലാതെ സ്നേഹത്തിന് പൂർണ്ണതയില്ലെന്ന് ബസേലിയോസ് മാർ ക്ലീനിക് കാതോലിക്ക ബാവ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.